guys, welcome to my channel Jaya Travel Vlogs. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കൊച്ചി വാട്ടർ മെട്രോയിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നടക്കുന്ന മെറൈൻ ഡ്രൈവിൻ്റെ സൈഡിലുള്ള വഴി കൂടെയാണ്. അപ്പോൾ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് സൈഡിലാണ് വാട്ടർ മെട്രോ വരുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ ഡയറക്ഷൻസ് ആയിട്ട് ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല, നമുക്ക് വരികയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഓൾമോസ്റ്റ് വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷൻ്റെ അടുത്തെത്താറായി. അപ്പോൾ നമുക്ക് ഇതുവഴിയും കൂടെ വരാം. അവിടെ നിന്ന് ഹൈക്കോർട്ട് മറൈൻ ഡ്രൈവിൽ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിലോട്ട് വരുന്ന വഴി കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ടേൺ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് വാട്ടർ മെട്രോൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് കയറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ ഒരു വാട്ടർ മെട്രോൻ്റെ ഒരു ബോർഡും കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റേഷൻ്റെ അകത്ത് കയറി ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് ബോർഡിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഹൈക്കോർട്ട് ജംഗ്ഷനിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ടിക്കറ്റിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാനുള്ള 2 ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. അപ്പം പെർ പേഴ്സൺ 40 റുപ്പീസാണ് ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാനുള്ള റേറ്റ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ATM പോലെ ഒരു കാർഡ് തരും. അപ്പോൾ ആ കാർഡ് ഇതുപോലെ ഇതിൽ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുത്തിട്ട് സ്കാൻ ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു പെട്ടെന്ന് ഓടി കയറിക്കോളാനായിട്ട്, കാരണം ബോട്ട് എടുക്കാറായി. ആൻഡ് ഇനി അവിടെ താളം ചവിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് 20 മിനിറ്റ്സ് കഴിഞ്ഞ് അടുത്തൊരു ബോട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒരു പാസഞ്ചർ കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇത് ഓവർ ക്രൗഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ബോട്ടിൽ അറ്റ് എ ടൈം 100 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ ഇൻക്ലൂഡിങ് 4 ക്രൂ മെമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ വാക്ക് വേയിൽ കൂടെയാണ് ബോട്ടിൽ കയറുന്നത്. ആൻഡ് ആ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് പൊണ്ടൂൺ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ബോട്ട് ജെട്ടിയിൽ ഫ്ലോട്ടിംഗ് പൊണ്ടൂൺ ഉള്ളത് ഇവിടെ മാത്രമാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അകത്തോട്ട് ഓടി കയറുകയാണ്. ഓക്കെ, അപ്പം വീൽ ചെയറൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഈ റാമ്പ് വഴി അനായാസം ബോട്ടിലോട്ട് കയറാവുന്നതാണ്. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കയറാനുള്ള രീതിയിൽ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുകയാണ്. സോ ബോട്ടിൻ്റെ റൈറ്റ് സൈഡ് വന്നിട്ട് ക്രൂ മെമ്പേഴ്സിനെയാണ് നമുക്ക് ആക്സസ് ഇല്ല. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഡോറിൻ്റെ അടുത്ത് ഈ സ്വിച്ച് നോക്കിയിട്ടാണ് നമ്മൾ പാസഞ്ചർ സൈഡിലോട്ട് കയറുന്നത്. ആൻഡ് ഞാൻ അറ്റത്തെ സീറ്റെല്ലാണ് കയറിയിരിക്കാൻ പോകുന്നത്. നമ്മൾ കയറുമ്പോഴത്തേക്കും തന്നെ LED സ്ക്രീൻസിൽ കുറേ കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഫൈനലി ഫസ്റ്റ് ടൈം വാട്ടർ മെട്രോയിൽ കയറിയിരിക്കുകയാണ്. ശരിക്കും ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഈ റൈഡ് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പെനോറമിക് വിൻഡോ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് വൈഡായിട്ട് നമുക്ക് എല്ലാം തന്നെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അങ്ങനെ ബോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാട്ടർ മെട്രോൻ്റെ ഈ അടിപൊളി റൈഡ് നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ ക്രൂ മെമ്പേഴ്സിനായിട്ടുള്ള ഒരു സ്പേസ് ആണ്, ലെഫ്റ്റ് സൈഡിലാണ് പാസഞ്ചേഴ്സിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഇലക്ട്രോണിക് ഡോർസ് ആണ്. അവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഡോർ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ കയറുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ കയറുന്ന സൈഡിൽ തന്നെ 2 LED സ്ക്രീൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സേഫ്റ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ലൈഫ് ജാക്കറ്റ്സ് എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അവർ തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് ഇരിക്കുമ്പോഴത്തേക്കും നല്ല വൃത്തിയുള്ള സീറ്റ്സ് ആണ്. അങ്ങനെ ഒരു മോശം രീതിയിലാണ് ഇതുവരെ ആൾക്കാർ നശിപ്പിച്ചിട്ടില്ല സീറ്റ്സിനെയൊക്കെ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ബോക്സ് ഉണ്ട്. നമ്മൾ കയറി വരുമ്പോഴത്തേക്കും തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലാണ് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്.
ഇലക്ട്രോണിക് ബോട്ട് ആയതുകൊണ്ട് സാധാരണ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നോയ്സും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടാണ്. സെൻട്രലൈസ്ഡ് AC ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് വെയിലോ അല്ലെങ്കിൽ കാറ്റോ ഒക്കെ അടിച്ച് നമ്മൾ ടയേർഡായിട്ട് ഈ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ മിസ്സാവാതെ സ്വസ്ഥമായിട്ട് നമുക്ക് കാണാം. ഇവിടുത്തെ ഓരോ ബോട്ടുകൾക്കും കേരളത്തിൻ്റെ ഓരോ പോർട്ടിൻ്റെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഞാനിപ്പോൾ കയറിയിരിക്കുന്ന ബോട്ടിൻ്റെ പേര് വലിയതുറ എന്നാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ജങ്കാറൊക്കെ കാണാൻ സാധിക്കും. ഇത് അപ്പുറത്തെ കരയിൽ നിന്ന് ഇപ്പുറത്തെ കരയിലോട്ട് വണ്ടി എത്തിക്കാനായിട്ടാണ് ഇത് ഉള്ളത്. സോ നമുക്ക് പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ പതുക്കെ ഈ ഒരു ബോട്ട് കരയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പുറത്തിറങ്ങാം. അപ്പോൾ നമ്മൾ ബോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഈ വാക്ക് വേയിൽ കൂടെയാണ് സ്റ്റേഷനിലോട്ട് കയറുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബോട്ട്. അപ്പോൾ വലിയതുറ ബോട്ടിനോട് ടാറ്റ പറഞ്ഞിട്ട് നേരെ ഈ വാക്ക് വേയിൽ കൂടെ നടന്ന് നമ്മൾ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ വഴിക്ക് കയറുമ്പോൾ തന്നെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ചൈനീസ് ഫിഷ് നെറ്റ്സും നമുക്ക് കാണാൻ പറ്റും. സോ ഫൈനലി നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങുമ്പോഴും സെയിം പ്രൊസീജിയർ, കയറിയതുപോലത്തുള്ള സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. നമ്മൾ ഈ ഒരു സംഭവത്തിൽ ആ ATM പോലത്തെ കാർഡ് സ്കാൻ ചെയ്തിട്ട് പുറത്തിറങ്ങും. ആൻഡ് പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരു കാർഡ് ഈ ഒരു ബോക്സിനകത്ത് ഡിസ്പോസ് ചെയ്യും. സോ ഫൈനലി നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചി കറങ്ങാൻ പോവാണ്. അപ്പോൾ സോ 1 ഡേ ഫോർട്ട് കൊച്ചിയിൽ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ടു ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ. സോ ഇതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ എൻട്രൻസ്. അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിയുടെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഞാൻ ഹൈക്കോർട്ട് ജംഗ്ഷനിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഈ ഒരു സ്റ്റേഷൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയുടെ ഈ ഒരു വാട്ടർ മെട്രോ സ്റ്റേഷൻ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനും ഇത്തിരി ചെറുതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ടിക്കറ്റ്സ് എടുക്കാം. ഓക്കെ, സോ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കിനി ടിക്കറ്റ്സ് എടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വാട്ടർ മെട്രോയിൽ വന്നിട്ട് അപ്പോൾ പിന്നെ ഓരോ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എവറി 20 മിനിറ്റ്സിനുള്ളിലാണ് ബോട്ട് വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫൈനലി നമ്മുടെ ബോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 20 മിനിറ്റ് ഇവിടെ ബോറടിച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ബോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോട്ടിലോട്ട് കയറാം. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ചൈനീസ് ഫിഷിംഗ് നെറ്റാണ് അതാ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ച് ബോർഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്ന ബോട്ടിൻ്റെ പേര് കൊല്ലം എന്നാണ്. അപ്പോൾ നമുക്ക് ശരി അകത്തോട്ട് കയറാം. സോ ബോട്ട് പതുക്കെ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. സോ ഫോർട്ട് കൊച്ചിയോട് ഫിർമിലേക്ക് ദുബാര എന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ 4 റൂട്ടാണ് നമുക്കുള്ളത്.
ഒന്ന് ഹൈക്കോർട്ട് ടു ഫോർട്ട് കൊച്ചി, പിന്നെ ഹൈക്കോർട്ട് ടു സൗത്ത് ചിറ്റൂർ ആൻഡ് ഹൈക്കോർട്ട് ടു വൈപ്പിൻ. അതുകൂടാതെ 4ാമത് വൈറ്റില ടു കാക്കനാടാണ്. ഇത് കൂടാതെ ഏലൂര്, ചെറനെല്ലൂർ ആൻഡ് ബോൾഗാട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലും സർവീസസ് ഉണ്ട്. വാട്ടർ മെട്രോ എൻജോയ് ചെയ്യാനുള്ള ഒരു ആപ്റ്റായിട്ടുള്ള ടൈം രാവിലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ വരികയാണെങ്കിൽ റഷൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കൊച്ചി കായലിൻ്റെ ഭംഗി ആൻഡ് വാട്ടർ മെട്രോൻ്റെ ഈ ഒരു റൈഡ് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഇലക്ട്രിക് ബോട്ട് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം. ഈ ഒരു വാട്ടർ മെട്രോ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഹൈബ്രിഡ് ബോട്ടാണ്. ദാറ്റ് മീൻസ് ഇത് ഇലക്ട്രിസിറ്റി ആൻഡ് ഡീസൽ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ബോട്ടാണിത്. ആൻഡ് ഈ ഒരു ചാർജർ വന്നിട്ട് ഹൈ സ്പീഡ് ചാർജറുമാണ്. ആൻഡ് 23 മിനിറ്റ് അപ്രോക്സ് ആണ് ഒരു ബോട്ട് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ആൻഡ് ഫൈനലി നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഇവിടെ ഹൈക്കോർട്ട് സ്റ്റേഷനിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ ഏത് സ്ഥലവും കറങ്ങാനായിട്ട് വാട്ടർ മെട്രോ ട്രാൻസ്പോർട്ടായിട്ട് വയ്ക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടൈമിംഗ് ആണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ എക്സാമ്പിൾ ഫോർട്ട് കൊച്ചി തന്നെ വെച്ചോളൂ. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് സ്ഥലങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരാനുള്ള ടൈമിങ്സും കൂടെ നോക്കണം. നമ്മൾ പോകുന്നത് പോലെ തന്നെ ആ ടൈമിങ്ങുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആ തിരിച്ചു വരുന്ന ടൈമിംഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈം റൗണ്ടിൽ തന്നെ നമുക്ക് ഫോർട്ട് കൊച്ചി കറങ്ങിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കൊച്ചിയുടെ ബാക്കിയുള്ള പ്ലേസസും നിങ്ങൾ ഇത് കണക്ക് മെട്രോൻ്റെ ടൈമിങ്സ് നോക്കിയിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈമിങ്സ് നോക്കാനായിട്ട് തന്നെ വാട്ടർ മെട്രോ കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നോക്കിയിട്ട് ഏത് സ്റ്റേഷനാണ്, ഏത് മെയിൻ സ്റ്റേഷനാണ് നിങ്ങൾക്ക് പോവേണ്ടത്, അവിടുത്തെ ടൈമിങ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കയറിയപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ടിക്കറ്റ്സ് എടുത്തിട്ട് ഓരോ സ്റ്റേഷനും നമ്മൾ ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ റേറ്റ്സ് എങ്ങനെയാണ്, ടൈം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് പോവേണ്ടത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചി പോകാനായിട്ട് എനിക്ക് ടിക്കറ്റ് കോസ്റ്റ് എടുത്തത് 40 per person ആണ്. പിന്നെ ഇവിടെ നിന്ന് ബോർഡിങ് ചെയ്ത് നേരെ ഫോർട്ട് കൊച്ചിയിലോട്ടാണ് പോകുന്നത്. ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പെനോറാമിക് വിൻഡോ ഉണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് വ്യൂസൊക്കെ കാണാമായിരുന്നു. അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിയിലോട്ടാണ് പോയതുകൊണ്ട് ഞാൻ കൂടുതലും കണ്ടത് നഗരക്കാഴ്ചയാണ്. അപ്പം ഈ ഹരിതഭംഗിയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വൈറ്റില, കാക്കനാട് ആ ഒരു റൂട്ട് പോയി കഴിഞ്ഞാൽ നഗരഭംഗി മാറി ഹരിതഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാം. പിന്നെ മെയിൻ സ്റ്റേഷൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി ഒരു മെയിൻ സ്റ്റേഷനാണ്. സൗത്ത് ചിറ്റൂറാണ് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു ട്രാവൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് റേറ്റ്സ് വന്നിട്ട് 40 ആണ്. പിന്നെ വരുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെതാണ്. അങ്ങനെ അപ്പോൾ എവിടെ മുതലൊക്കെ കണക്ട് ചെയ്യുന്നതെന്നുള്ളതെല്ലാം ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ എവിടെയെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വെബ്സൈറ്റൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് പ്ലാനിങ്ങിൽ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ മോർണിംഗ് 7:30 ആണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവനിങ് ഒരു 7:30 ആ ഒരു ടൈം ആകുമ്പോൾ ക്ലോസ് ആകും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തിരിച്ചു വരാൻ ആ ഒരു ടൈമിംഗ് കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാട്ടർ മെട്രോൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വാട്ടർ മെട്രോൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.